ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടൈറ്റിലും തമ്പനയിലും ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഞങ്ങൾ ഇന്ന് ക്ഷേത്രത്തിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ ചെന്നൈയിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രമാണിത്. മൈലാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം ഇരിക്കുന്നത്. പേര് കപാലീശ്വര ശിവക്ഷേത്രം എന്നാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം കൂടുതലാണ്. നമ്മളൊരു വൈകുന്നേരമാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 2 ആഴ്ച മുന്നേ പോയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ റൂട്ട് മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോയത്. കുറച്ചൊന്ന് കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ഒരു റൂട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരാറുണ്ട് കേട്ടോ. ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ട് കുറച്ചാവുന്നു, അങ്ങനെ വന്നതാണ്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ അതിവിശേഷമായിരുന്നു. ഇപ്പോൾ ആടിമാസം ആയ കാരണം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പോലെ തിരക്കം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേര സമയത്ത് ഇവിടെ വന്നിരിക്കാനും ഭയങ്കര രസമാണ്. നല്ല കാമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. പിന്നെ ഇവിടെ ഒരുപാട് ലൈറ്റൊക്കെ വെച്ച് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചേക്കാണ് കേട്ടോ. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമായിരിക്കല്ലോ. ഇവിടുത്തെ കൊത്തുപണികളാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഈ ക്ഷേത്രത്തിലാണെങ്കിൽ ശിവന്റെ പ്രതിഷ്ഠയാണ് മെയിനായിട്ടുള്ളത്. ശിവഭഗവാനെ കപാലീശ്വരൻ എന്നും പറയാറുണ്ട്. പിന്നെ കർപ്പകാമ്പാളിന്റെ പ്രതിഷ്ഠയും ഉണ്ട്. ഇവിടുത്തെ ഐതിഹ്യം പറയുന്നത് ഒരിക്കൽ ഭഗവാൻ ശിവൻ പാർവതി ദേവിക്ക് നമശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രത്തിന്റെ മഹത്വം ഉപദേശിക്കുന്ന സമയത്ത് ദേവിയുടെ ശ്രദ്ധ ഒരു മയിലിലേക്ക് തിരിഞ്ഞുവെന്നാണ് കഥ. അതിൽ നിന്ന് അസ്വസ്ഥനായ ശിവൻ പാർവതി ദേവിയെ മയിലായി ഭൂമിയിൽ ജനിക്കണമെന്ന് ശപിക്കുകയുണ്ടായി. മയിലിന്റെ രൂപത്തിൽ ഭൂമിയിലെത്തിയ ദേവി പിന്നീട് മൈലാപ്പൂരിലെ ഒരു പുന്നമരത്തിന്റെ ചുവട്ടിൽ ശിവലിംഗത്തെ അതീവ ഭക്തിയോടെ ആരാധിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ദേവിയുടെ തപസ്സിൽ പ്രസന്നനായ ശിവൻ അവൾക്ക് വീണ്ടും ദിവ്യരൂപം നൽകി അനുഗ്രഹിച്ചു. ഈ ഒരു ഐതിഹ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥലത്തിന് മൈലാപ്പൂർ എന്ന പേര് വന്നത്. അതായത് മയിലിന്റെ നാട് എന്നാണ് അതിനർത്ഥം. അങ്ങനെയാണ് വിശ്വസിക്കുന്നത് കേട്ടോ. ഇത് ഒരു ഐതിഹ്യമാണ്. പിന്നെ കപാലീശ്വരൻ എന്ന പേരിന്റെ അർത്ഥം എന്ന് പറയുന്നത്, കപാലം എന്ന് പറയുന്നത് തലയോട്ടിയെയും ഈശ്വരൻ എന്നത് ഭഗവാൻ ശിവനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പുരാണ പ്രകാരം ബ്രഹ്മാവിന്റെ അഹങ്കാരം ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ശിവൻ ബ്രഹ്മാവിന്റെ ഒരു ശിരസ് നീക്കിയതുമായി ബന്ധപ്പെട്ടാണ് കപാലീശ്വരൻ എന്ന നാമം ഉണ്ടായതെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. അപ്പോൾ നിങ്ങൾ ചെന്നൈയിലുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും വരിക കേട്ടോ. നല്ലൊരു ആംബിയൻസ് ആയിരിക്കും. ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കയറുമ്പോഴാണെങ്കിലും ശിവപ്രതിഷ്ഠയുടെ അവിടെ ആണെങ്കിലും കർപ്പകാമ്പാളിന്റെ പ്രതിഷ്ഠയിലൊക്കെ ആണെങ്കിലും ഒക്കെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. ഇതിന്റെ അകത്തേക്ക് വരുന്നവർക്കേ അറിയാൻ പറ്റും, വന്നിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. വന്നിട്ടുള്ള എത്ര പേരുണ്ടെന്ന് മറക്കാതെ കമന്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വരാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും വരാം കേട്ടോ. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷനൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളെന്ന് പറയുന്നത് പൈങ്കുനി പെരുവിഴ, അതായത് 10 ദിവസത്തെ വാർഷിക ബ്രഹ്മോത്സവമാണത്. പിന്നെ 63 ഉത്സവം, 63 നായന്മാരുടെ മഹാഘോഷയാത്ര എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ മഹാശിവരാത്രിക്ക് ഭയങ്കര തിരക്കായിരിക്കും, ഇങ്ങോട്ടേക്ക് വരാനേ പറ്റില്ല കേട്ടോ. പിന്നെ നവരാത്രി, ശ്രീ കർപ്പകാമ്പാൾ ദേവിക്ക് വേണ്ടിയിട്ട് നടത്തുന്ന നവരാത്രി. ഇനിയിപ്പോൾ ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോഴേക്കും അതിന്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ തുടങ്ങും. അപ്പോൾ ഈ ഉത്സവ സമയത്തൊക്കെ ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇവിടേക്ക് എത്തുന്നത്. ഞങ്ങൾ ഈ സമയത്തൊന്നും ഇങ്ങോട്ട് വരാറില്ല കേട്ടോ, ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്ര കുളമുണ്ട്. ആ കുളത്തിനും ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതാണ്. പിന്നെ ദ്രാവിഡ ശില്പകലയുടെ മനോഹാരിത നിറഞ്ഞ ഗോപുരമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സൂക്ഷ്മമായിട്ടുള്ള ശില്പങ്ങളും ക്ഷേത്രക്കുളവും, ഇത് രണ്ടുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. പിന്നെ ഇതിനകത്ത് കയറുമ്പോഴാണ് നമുക്ക് അതിന്റെ പ്രത്യേക തരത്തിലുള്ള ഒരു വൈബ്രേഷൻ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാതെ വരിക. എന്തായാലും ചെന്നൈയിൽ വരുന്നവർക്ക് ഉറപ്പായിട്ടും വന്ന് നിങ്ങൾക്ക് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകാൻ പറ്റിയൊരു ക്ഷേത്രമാണ് കേട്ടോ. പിന്നെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭഗവാൻ ശിവനാണ്. പിന്നെ കർപ്പകാമ്പാളിനെയും ആരാധിക്കുന്നുണ്ട്. അപ്പോൾ 2 ഇതാണ് ഉള്ളത് കേട്ടോ. രണ്ടിടത്തും നമുക്ക് പോയി തൊഴുതിട്ട് പുറത്തേക്ക് ഇറങ്ങാം. ചെന്നൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, തമിഴ്നാട്ടിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ഒരു ചെന്നൈയിലെ മൈലാപ്പൂരിലുള്ള ഈ കപാലീശ്വർ ടെമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങളാണെങ്കിൽ കുറച്ചു നേരം അവിടെ നിന്ന് തൊഴുത് എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയതിന് ശേഷം ഇവിടെ നോക്കിയപ്പോഴേക്കും ഉണ്ടെന്ന് പ്രസാദം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത്രയും നേരം ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്തത്. ഏകദേശം 1 മണിക്കൂറിൽ കൂടുതൽ ഞങ്ങൾ ഇവിടെ വന്നിരുന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും പുറത്തൊക്കെ നിന്നിട്ടൊന്ന് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമാണ് കേട്ടോ. നമുക്ക് എവിടെ വേണമെങ്കിലും വന്നിരുന്ന് ജപിക്കാനുള്ള സ്ഥലമൊക്കെ ഒരുപാടുണ്ട്. അപ്പം നമ്മളിങ്ങനെ പുറത്തിറങ്ങി വന്നപ്പോഴേക്കും ഉണ്ട് ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു തവണ ക്യൂവിൽ നിന്നപ്പോൾ ഇവിടെ പ്രസാദം തീർന്നു പോയി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പോയിട്ട് ഒരു റൗണ്ട് അടിച്ച് കറങ്ങി വന്നതിന് ശേഷമാണ് പിന്നീട് വന്നത് കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട
അതായത് തമിഴ്നാട്ടിലെ എല്ലാ ക്ഷേത്രങ്ങളിലും കിട്ടുന്ന പ്രധാനപ്പെട്ട പ്രസാദം എന്ന് പറയുന്നത് പുളിയോദരയാണ്, അതായത് പുളിസാദം. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പുളിസാദത്തിന് ഒരു പ്രത്യേക രുചിയാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന പോലെയൊന്നും അല്ല കേട്ടോ. നല്ല എരിവൊക്കെയുള്ള നല്ലൊരു പുളിസാദമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെക്കാളും കൂടുതൽ ആമിക്കാണ് കൂടുതൽ ഇഷ്ടം. AD 7-ാം നൂറ്റാണ്ടിൽ പല്ലവ രാജവംശത്തിന്റെ കാലത്താണ് ഈ ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയിലുള്ള ക്ഷേത്രം ആദ്യമായിട്ട് നിർമ്മിച്ചത്. പക്ഷേ ഇന്ന് കാണുന്ന നിലയിലുള്ള ഈ ഒരു കെട്ടിടം ഏകദേശം 300 വർഷം പഴക്കമുള്ളതെന്നാണ് അറിയപ്പെടുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നാട്ടുകാർ ചേർന്ന് നിലവിലുള്ള മൈലാപ്പൂർ പ്രദേശത്ത് ക്ഷേത്രം പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥ പഴയ ക്ഷേത്രം കടൽ തീരത്തായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ ഭരണകാലത്ത് ആ പഴയ ക്ഷേത്രം തകരുകയുണ്ടായി. പിന്നീടാണ് 18-ാം നൂറ്റാണ്ടില് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നാട്ടുകാർ ചേർന്ന് നിലവിലുള്ള ഇപ്പൊ കാണുന്ന ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പ്രസാദമൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. പിന്നെയും കുറേ നേരം അവിടെ ഇരുന്നിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ നിത്യാമൃതം എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് കേട്ടോ. ചെന്നൈയിൽ, തമിഴ്നാട്ടിൽ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാണ്, വെജാണ്. അപ്പോൾ നിത്യാമൃതം ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാമെന്ന് കരുതി, ഡിന്നർ കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഇവിടെ നമുക്ക് സൈഡ് ഒരു ബാൽക്കണി വ്യൂ ആണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രം കാണാൻ പറ്റും. ഞങ്ങൾ ഇതുവരെയും ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് വന്ന് കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും ആദ്യമേ തന്നെ ഞങ്ങൾ ഇടിയപ്പമാണ് പറഞ്ഞത്. ഇടിയപ്പം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് പിന്നീടാണ് പേപ്പർ റോസ്റ്റും കൂടി പറയാമെന്ന് കരുതി. പക്ഷെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയത് ആദ്യമേ ആ ഒരു പേപ്പർ റോസ്റ്റ് പറഞ്ഞാൽ മതിയായിരുന്നു കേട്ടോ. കാരണം ഇടിയപ്പം കഴിച്ചപ്പോൾ തന്നെ ഏകദേശം വയറ് ഫുള്ളായി. പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇടിയപ്പവും തേങ്ങാപ്പാലും ഭയങ്കര ഒരു അഡിക്ഷനായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ ഇതുവരെയും ഇങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. ഞാനെപ്പോഴും കറിയാണ് വെക്കുന്നത് ഇടിയപ്പത്തിൻ്റെ കൂടെ. പക്ഷേ നമ്മളിങ്ങനെ ഹോട്ടലിൽ നിന്ന് കഴിച്ച് ഒരു ശീലമായി പോയതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതേ പേപ്പർ റോസ്റ്റ് ഇത് അത്യാവശ്യം നല്ല വലുതാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വലുതാണ്. അവസാനം നമുക്ക് കഴിച്ച് തീർക്കാൻ പോലും പറ്റിയില്ല, അത്രയ്ക്കും വലുതാണ് കേട്ടോ. എന്നെ എങ്ങനെയൊക്കെയോ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളിതേ ഇറങ്ങിയിട്ടുണ്ട്. ദേ ഈ ഒരു ഷോപ്പാണ് കേട്ടോ, നിത്യാമൃതം. ഇവിടെ സ്വീറ്റ്സ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ചായയും മറ്റുമൊക്കെ ഇവിടെ നിന്നാണ് ഓർഡർ ചെയ്യുന്നത് വീട്ടിൽ. എന്തായാലും ഞങ്ങൾ ഓർത്തു ഒരു റൗണ്ട് ഒന്ന് അടിച്ചതിന് ശേഷം തിരികെ വീട്ടിൽ പോകാൻ വന്നപ്പം ഈ ക്ഷേത്രക്കുളം കണ്ടോ, ഇത് ഭയങ്കര വലുതാണ് കേട്ടോ. ഈ ക്ഷേത്രത്തിലെ വെള്ളം ഒരിക്കലും വറ്റില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് തിരുവിഴ സമയത്ത്, അതായത് ഉത്സവ സമയത്താണ് ഈ ക്ഷേത്രത്തിൽ ഈ കുളത്തിൽ അവിടുത്തെ ഗേറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മുന്നേ ഒരിക്കൽ വന്നപ്പോഴേക്കും ഈ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഈ ചാനലിൽ ഉണ്ടെന്നാണ് തോന്നുന്നത്, ആ ഒരു വ്ളോഗ്. അപ്പോൾ എന്തായാലും ഇവിടെ വരുന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് തിരികെ മടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രാവിലെ വരുന്നതും അതുപോലെ സന്ധ്യ നേരത്ത് വരുന്നതും നല്ലതാണ് കേട്ടോ. നല്ല കാമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. വേറെ വലിയ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത്രയും സിറ്റിയുടെ ഒത്ത നടുക്കാണ് ഈ ഒരു ക്ഷേത്രം ഇരിക്കുന്നത്. പക്ഷേ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ഒരു സിറ്റിയിലുള്ള തിരക്കും ബഹളവും ട്രാഫിക്കും ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്തിരിക്കുന്ന പോലെ തന്നെ. അത് എനിക്ക് തോന്നുന്നു ചെന്നൈയിലുള്ള ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും അങ്ങനെ തന്നെയാണ്. ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു കഴിയുമ്പോൾ നമുക്കതൊരു വേറൊരു കാമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ വരുന്ന വഴിയിൽ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് വരുവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടോ, ഈ ഒരു റൈറ്റ് സൈഡിൽ ലൈറ്റൊക്കെ ഇട്ടേക്കുന്ന ഒരു ഗോപുരം പോലെ കാണുന്നില്ലേ, ഇത് വള്ളുവർ കോട്ടം എന്ന് പറയും. നുങ്കമ്പാക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ദിവസം വരണമെന്നുണ്ട്. റീസെൻ്റ് ആയിട്ടാണ് ഇവിടെ ഇത് ഓപ്പൺ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെയും വന്നിട്ടില്ല, ഒരിക്കൽ വരണം എന്നാണ് ആഗ്രഹം. അപ്പോൾ എപ്പോഴെങ്കിലും വരാൻ സാധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വ്ളോഗിൽ അത് ഷെയർ ചെയ്യാമേ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായില്ലെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.